നമസ്കാരം. ഇന്ത്യ മുന്നണിയിലെ 6 എംപിമാർ വിവിധ കേസുകളിൽപ്പെട്ട് വിചാരണ നേരിടുന്നവരാണ് എന്ന വാർത്തയാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. ഈ വാർത്തയിൽ എന്താണ് ഇത്ര പുതുമ? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ സമാനമായ കേസുകൾ നേരിടുന്നവരല്ലേ എന്നൊക്കെയായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു MP 2 വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. മുൻപും അത്തരത്തിൽ പല MPമാരും അയോഗ്യരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ കേസാണെങ്കിൽ അത് MPയുടെ ഭാവിയെ ബാധിക്കും. നിലവിൽ സ്ഥാനം തുലാസിലാടുന്ന 6 MPമാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ആൾ ഗാസിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അഫ്സൽ അൻസാരിയാണ്. ഗുണ്ട ആക്ട് ഉൾപ്പെടെയുള്ള അനവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. വിചാരണ കോടതി ഇയാളെ 4 വർഷത്തെ തടവിന് ശിക്ഷിച്ചതുമാണ്. എന്നാൽ അലഹബാദ് ഹൈക്കോടതി ഈ ശിക്ഷ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇയാൾ മത്സരിച്ചതും വിജയിച്ചതും. പക്ഷേ ഈ ജൂലൈയിൽ കേസുകൾ വീണ്ടും ഹൈക്കോടതി വാദത്തിനെടുക്കും. ഇതിലേതെങ്കിലും ഒരു കേസിൽ 2 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഇയാളുടെ MP സ്ഥാനം നഷ്ടപ്പെടും. നല്ല ഒന്നാന്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് ഇയാളുടേത്. ഇയാളുടെ മൂത്ത സഹോദരൻ മുക്താർ അൻസാരിയും ഒരു ഗുണ്ടയായിരുന്നു. MLA പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. അവസാനം ജയിലിൽ കിടന്നാണ് മരിക്കുന്നത്. ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ ഒരു ഹൃദയാഘാതം ഉണ്ടായാണ് മരണം സംഭവിക്കുന്നത്. അടുത്തത് അസംഗാർഹിൽ നിന്നുള്ള ധർമ്മേന്ദ്ര യാദവാണ്. ഇതും നിരവധി കേസുകളിൽ വിചാരണ നേരിടുന്ന ഒരു കക്ഷിയാണ്. മൂന്നാമത്തേത് ജാൻപൂരിൽ നിന്നുള്ള ബാബു സിംഗ് കുശ്വാഹയാണ്. 25 കേസുകളാണ് ഈ വിദ്വാന്റെ പേർക്കുള്ളത്. ഇതിൽ 8 എണ്ണം വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. അടുത്തതായി സുൽത്താൻപൂരിൽ നിന്നുള്ള രാംബുൽ നിഷാദ്. ഇതും ഗുണ്ട ആക്ട് അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ്. വിചാരണയും നടന്നു വരുന്നു. ചന്ദൌളി മണ്ഡലത്തിൽ നിന്നുള്ള വീരേന്ദർ സിംഗ് ആണ് അടുത്തത്. കേസുകൾ അനവധി, വിചാരണ നേരിടുന്നു. സഹ്റാൻപൂരിൽ നിന്നുള്ള ഇമ്രാൻ മസൂദാണ് 5ാമത്തെ കക്ഷി. ഇയാളും വിചാരണ നേരിടുന്ന അനവധി കേസുകളിൽ പ്രതിയാണ്. നാഗിന മണ്ഡലത്തിൽ നിന്നുള്ള ചന്ദ്രശേഖർ ആസാദാണ് 6ാമൻ. 30 കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. ഇതിൽ 8 എണ്ണം വളരെ ഗൗരവമുള്ളതാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ 6 പേരിൽ ആരുടെയെങ്കിലുമൊക്കെ കേസുകൾ എതിരായാൽ അത് അവരുടെ സീറ്റ് എണ്ണത്തിനെ ബാധിക്കും. ഏതായാലും ഫാസിസത്തിനെതിരെ എന്ന് പറഞ്ഞ് നല്ല ബെസ്റ്റ് ടീമുകളെ തന്നെയാണ് ഇന്ത്യ മുന്നണി അണിനിരത്തിയത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാക്കാർ മുക്കും. അവർക്ക് സുരേഷ് ഗോപി രാവിലെ എന്തൊക്കെ കഴിച്ചു കഴിച്ചില്ല എന്നൊക്കെ പറയാനാണ് താല്പര്യം. രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ താല്പര്യമുള്ളവർ ദേശീയ മാധ്യമത്തിൽ കൂടി ഒന്ന് കണ്ണോടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.